ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദിവ്യ. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ദുബായ് മാളിലെ കുറച്ച് ഭാഗങ്ങളായിരുന്നു. ഇന്ന് ഇനി കാണിക്കാൻ പോകുന്നത് ബുർജ് ഖലീഫയാണ്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള ടൈം ഞാൻ കേട്ടിരുന്നത് രാത്രി 8:30-ക്കാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 4:30 അങ്ങനെ ആയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ടൈമുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ സമയം വരെ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോകാമെന്ന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം ദുബായ് മാളിനകത്ത് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ടയേർഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അധിക ദൂരം നടന്നില്ല, പാർക്കിലേക്കൊന്നും പോകാൻ നിന്നില്ല. ഇവിടെ സൈഡിലായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ടൈം അങ്ങനെ ഇരുന്നു. ഇതിപ്പോൾ റമദാൻ മാസമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനിപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു ഏരിയയിലുള്ള ബിൽഡിങ്സും ഒക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണിക്കാൻ ഞാൻ നിങ്ങളെ. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു. ഇവിടെ ഇരുന്നിട്ട് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഈ ബിൽഡിങ്സൊക്കെ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ നോക്കി കുറേ സമയം ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അതിനുശേഷം ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അതിനുശേഷമാണ് ഞങ്ങൾ വീണ്ടും ദുബായ് മാളിന് അകത്തേക്ക് പോകുന്നത്. കാരണം അതിൻ്റെ അകത്ത് നിന്നാണ് നമുക്ക് ബുർജ് ഖലീഫയിലേക്കുള്ള എൻട്രി ഉള്ളത്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ലൈറ്റൊക്കെയാണ്. ആ ലൈറ്റൊക്കെ ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം നേരത്തെ നമ്മൾ കണ്ട ദുബായ് മാളും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ ലൈറ്റ് വന്നപ്പോൾ വേറെ ഒരു ലുക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ ദുബായ് മാളിന് അകത്തേക്ക് തന്നെ പോവാണ്. ഇതൊരു സുവനീർ ഷോപ്പാണ്. നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും, 1 2 ഒക്കെ ക്യാമൽസിനൊക്കെ ഇങ്ങനെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. അതേ സാധനം തന്നെ ഒരുപാടെണ്ണം ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു നോക്കൂ. നല്ല ഭംഗിയില്ലേ അല്ലേ. ഒരെണ്ണം വെച്ചതിനും ഒരുപാടെണ്ണം ഒരുമിച്ച് വെക്കുന്നതിലും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഷോപ്പാണ്. ഇവിടെ ഒരു വലിയൊരു ക്യാമലുണ്ട്. അത് മാത്രമല്ല നിന്നിട്ടുള്ള ഒരു ക്യാമൽ വേറെ ഉണ്ടായിരുന്നു. അത് പക്ഷേ എൻ്റെ വീഡിയോ മിസ്സായെന്ന് തോന്നുന്നു. അതുപോലെയുള്ള ഒരുപാട് ഷോ കേസിൽ വെക്കാൻ പറ്റിയ ഐറ്റംസ് ഈ ഒരു ഷോപ്പിലുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ഇവിടെയാണ് നമ്മൾ ബുർജ് ഖലീഫയിലേക്ക് പോകുന്ന എൻട്രൻസ്. അതായത് ഇവിടെ വന്നിട്ട് നമ്മൾ ക്യൂ നിന്നിട്ട് വേണം പോകാൻ. അപ്പോൾ ഞങ്ങളുടെ ടൈം 8:30 പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അല്ല, നിങ്ങൾ ആ ടൈം ആകുമ്പോൾ വന്നാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. കാരണം കുട്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ 8:30 ഞങ്ങൾക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം ഞങ്ങൾ അതിൻ്റെ മുകളിൽ പോയി തിരിച്ചു വരുന്നപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ആകെ വിശക്കും എന്ന് കരുതി ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫുഡൊന്നും കഴിക്കാതെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊന്നും ആസ്വദിക്കാനൊന്നും പറ്റില്ല. അവർക്ക് വിശന്നാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടാവാം കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നതെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈത്തപ്പഴം ജ്യൂസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടേക്ക് പോകുമ്പോൾ കാണുന്നതാണ് ഇതൊക്കെ. 7 മണിയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ഒരുപാട് ടൈമുണ്ട്. ഞങ്ങൾക്ക് 8:30 ടൈം കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അൽബൈക്കിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നേരിച്ചിട്ട് അവിടേക്ക് പോവാണ്. നല്ല തിരക്കായിരുന്നു ആ സമയത്ത്. സീറ്റൊന്നും കിട്ടാനേ ഇല്ലായിരുന്നു. അപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഫുഡ് കിട്ടിയത് കേട്ടോ. ബിഗ് ബേക്ക് എന്ന് പറഞ്ഞ ഒരു ഐറ്റമായിരുന്നു ഞങ്ങളന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫില്ലിങ്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവുന്നുണ്ട്. ഒരെണ്ണം മുഴുവൻ തന്നെ കഴിക്കാൻ പറ്റത്തില്ല, അപ്പോഴേക്കും നമ്മുടെ വയറ് ഫുള്ളാവുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്തു. കാരണം നമ്മളിന്ന്
വരാനുണ്ടായ കാരണം ബുർജ് ഖലീഫ അത് കാണാനുള്ള ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും കഴിച്ച് നേരെ ഞങ്ങൾ ആ ഒരു ഏരിയയിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് കണ്ടു. അപ്പം ടൈം തന്നിട്ടും എന്താ ഇത്രയും ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതെന്നുള്ള ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. ആ ഒരു ടിക്കറ്റ്സിൻ്റെ മുകളിൽ എഴുതിയ വാചകങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഓരോന്നിനും ഡിഫറൻസ് ആയിട്ടുള്ള വേർഡ്സ് ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അതിനകത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. ഇവിടുന്ന് വീണ്ടും ഒരുപാട് നടക്കേണ്ടി വന്നു. അതായത് നമ്മളിപ്പോൾ മോളിനകത്താണല്ലോ, ഇവിടെ നിന്നാണ് നമ്മൾ ബുർജ് ഖലീഫിൻ്റെ അകത്തേക്ക് പോകുന്നത്. അങ്ങനെ അവിടെയും ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. From the earth to the sky. ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴികളിൽ സൈഡിലായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരോ വർഷവും എത്രമാത്രം വർക്ക് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ. ഇത് 2004, അതൊന്നും എനിക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും പെട്ടെന്ന് നടക്കാൻ പറഞ്ഞപ്പോൾ. പിന്നെ 2005 വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 2006 ലെവൽ 50 കംപ്ലീറ്റ് ചെയ്തു. അതായത് ഒരു വർഷം 50 ഫ്ലോറുകൾ. നമ്മളൊക്കെ നാട്ടിൽ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ എന്താ അവസ്ഥ എന്ന് നമുക്കറിയാമല്ലേ. എത്ര പെട്ടെന്നാണ് ഇവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നും കൂടി കാണാനായിട്ട് ഇവിടെ ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. കാരണം ഞങ്ങൾ ടൈമൊക്കെ വീട്ടിയപ്പോൾ വിചാരിച്ചു നേരെ പോകുന്നു, 8:30 പോകുന്നു, അവിടെ കയറുന്നു, അവിടെയൊക്കെ കാണുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ ആ ഒരു രീതിയേ അല്ലായിരുന്നു. ഒരുപാട് സമയം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അതുമാത്രമല്ല ഫുഡൊക്കെ കഴിച്ചത് വളരെയധികം നന്നായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം ടൈം എടുക്കുന്നുണ്ട് ഈ ലൈനൊന്ന് മൂവ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സമയം അവിടെ നിന്നും ഇരുന്നും ഒക്കെ കളഞ്ഞു. കാരണം ഞങ്ങൾ അവസാനം അതിന് ബുർജ് ഖലീഫിൻ്റെ ടോപ്പിൽ കയറുന്നത് 9:30 ആയിരുന്നു. അതുവരെ ഞങ്ങൾ നിന്ന് 8 മണിക്ക് മുന്നേ ഞങ്ങൾ വന്നിട്ട് ക്യൂവിൽ നിന്നതാണ്. ഒരുപാട് ടൈം അങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ വളരെയധികം മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ടൈം എങ്ങനെ നിന്ന് വളരെയധികം ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ലിഫ്റ്റിൻ്റെ മുന്നിലേക്ക് വരെ എത്തി. ഒരു 3 ലിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച പോലെയല്ല, ഒരു ലിഫ്റ്റ് തന്നെ ഒരുപാട് ആൾക്കാർ പോകാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ മുന്നിലെ ആൾക്കാർ തന്നെ ഒരു ലിഫ്റ്റ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളുടെ മുന്നിലെ ലിഫ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇത്രയും ആൾക്കാർ അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇനി വരുമ്പോൾ ഞങ്ങൾക്കുള്ള അവസരമായിരുന്നു. അങ്ങനെ ഒരുപാട് സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ലിഫ്റ്റിന് അകത്തേക്ക് കയറാൻ പോവാണ്. അങ്ങനെ ലിഫ്റ്റിൽ കയറിയപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് എനിക്ക് നിങ്ങളോട് അറിയിക്കാൻ കഴിയില്ല. കാരണം എവിടെയോ ചെന്നെത്തിയതുപോലെ എനിക്ക് എന്താ പറയണമെന്നറിയില്ല. വല്ലാത്തൊരു എന്താ പറയുക, ആ ലിഫ്റ്റിനകത്ത് ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ എവിടെയോ നമ്മളെ സ്പേസിലൊക്കെ എത്തി എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുമാത്രമല്ല ഈ ലിഫ്റ്റ് പോകുന്നതാണെങ്കിൽ കൗണ്ട് ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഫാസ്റ്റായിട്ടാണ് ഈ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത് കണ്ട് നമുക്ക് ചെവി അടഞ്ഞിടും. ചെവി അടഞ്ഞു. അയ്യോ, ഫുള്ളടഞ്ഞു. ഇറക്കിയാൽ മതി. 24 108 110 110
ഇത്ര പെട്ടെന്ന് നമ്മളെ ലിഫ്റ്റൊക്കെ ഇനി 124 3 2 1 open session. എവിടെയാണ് 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 അറിയാമോ അങ്ങോട്ടൊക്കെ ഞങ്ങൾ ഇത് തന്നെയാണോ സാജനോടെ ഓ ഇത് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് കളികളിലെത്തി ഇതൊരു അപാര കാഴ്ച ചേച്ചി. ഞങ്ങളിപ്പോൾ ഉള്ള ഫ്ലോറിനകത്ത് ലൈറ്റ് ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഫോട്ടോസോ വീഡിയോസോ എടുക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ലൈറ്റ് എടുത്തിട്ട് വേണം ആ ഒരു ഫോട്ടോസ് എടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ ഫേസ് ആ ഫോട്ടോയിൽ വരത്തുള്ളൂ. ഫുള്ള് ഇരുട്ടാണല്ലോ അകത്ത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ലൈറ്റ് ഇല്ലാതെ പുറത്തേക്ക് നോക്കുമ്പോഴായിരിക്കും ഈ കാഴ്ചയ്ക്ക് ഇത്രയും ഭംഗി കൂട്ടുന്നത്. ആ ഒരു ഡിഫറൻസ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഫ്ലോറിൽ ലൈറ്റ് അവർ ഒഴിവാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഭംഗി ഉണ്ടാവില്ല എന്ന്. പിന്നെ അത് മാത്രമല്ല, എങ്കിൽ കൂടി ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ എക്സ്ട്രാ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാതെ എങ്ങനെ പോകുമോ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. ഇത് കണ്ടോ റോഡ്, ഒരുപാട് റോഡുകളുടെ മിക്സാണിത്. ഇത് കാണാൻ തന്നെ നോക്കിയാൽ നിങ്ങൾ എത്രമാത്രം റോഡുകൾ ഇതിനകത്തുണ്ടെന്ന്. പിന്നെ ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ഓപ്പണായിട്ടാണ് ഉള്ളത് കേട്ടോ. ഓപ്പണായിട്ടാണ് ഈ ഒരു ഫ്ലോർ ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റിംഗ് വർക്ക് കുറവാണ്. ഇതിൻ്റെ അടുത്ത ഫ്ലോറിലേക്ക് നമുക്ക് പോകാം. അത് സ്റ്റെയർ വഴി വേണം പോകാനായിട്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ഓൾഡും ന്യൂയും കാണിക്കുന്ന ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പുറത്തേക്കുള്ള കാഴ്ചയ്ക്ക് ഇത്ര ഭംഗി ഉണ്ടാവില്ല എന്ന്. അത് കാണിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഉള്ള ഫ്ലോറിൽ അത്യാവശ്യം ലൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ പുറത്തേക്കുള്ള കാഴ്ച നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ അത്ര ഭംഗിയില്ല അല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നി. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ടാകും ഇതിലേക്കൂടെ നടക്കുന്നത്. അതും കൂടി ഞാൻ ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ അവിടെ എത്ര ടൈം വേണമെങ്കിലും നമുക്കവിടെ നിൽക്കാം. അതിന് ടൈം ലിമിറ്റൊന്നും ഇല്ലയെന്ന് തോന്നി. പിന്നെ ആകെയുള്ളത് പോകുമ്പോഴും വരുമ്പോഴും ലിഫ്റ്റിനുള്ള വെയിറ്റിംഗ് ആണ്. അതും നേരത്തെ ഉള്ളതുപോലെ തന്നെ കുറച്ച് ടൈം കൂടുതൽ അവിടെ നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നെ ആ ബുർജ് ഖലീഫയോട് യാത്ര പറഞ്ഞ് താഴേക്ക് പോയി. നേരത്തെ നമ്മൾ പോകുമ്പോൾ ഉള്ള ലിഫ്റ്റിലല്ലായിരുന്നു തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോകുമ്പോഴുള്ള ലിഫ്റ്റിൽ എന്തായിരുന്നു കാഴ്ച എന്ന് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. Respecting our people and respecting quality as well in what we do. It's not about tall buildings, it's about pride. This building is a very emotional one for all of us in the Middle East. We need a successful story for this region. And I'm glad that we've participated in creating a positive story about growth, about success, about progress, and about hope.
ഞാനാണെങ്കിൽ ഒരിക്കൽ കൂടിയും ഓർത്തിട്ട് കൂടി ഉണ്ടായിരുന്നില്ല ബുർജ് ഖലീഫയിൽ പോകണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ എനിക്ക് പോകാൻ പറ്റിയ അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട്. പിന്നെയാണെങ്കിൽ ഒരുപാട് ടൈം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതുകൊണ്ട് ആകെ ടയേർഡായിരുന്നു എല്ലാവരും. ഞങ്ങളിത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർഫോൾസ് കാണാൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, ഒരുപാട് സമയം ഇങ്ങനെ നിന്ന് ആകെ ടയേർഡായതുകൊണ്ട് തന്നെ അവിടെ ഒന്നും പോകാൻ നിന്നില്ല. ഞങ്ങൾ തിരിച്ച് നേരെ റൂമിലേക്ക് തന്നെ പോവാണ് ഉണ്ടായത്. എടുക്കുന്ന റേറ്റ് നോക്കാത്തല്ല. നിനക്കുണ്ടായിരിക്കും അല്ലേ? ഇപ്പം നടക്കുന്നില്ല. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ബുർജ് ഖലീഫ യാത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.